ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 9ാം ക്ലാസ്സിലെ മാത്സിലെ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ്. 1ാമത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 3 rupees more than the slippers. What is the price of the slippers and the price of the bag? ഇതാണ് ക്വസ്റ്റ്യൻ. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. പ്രിയ ഒരു ബാഗും ഒരു ജോഡി ചെരുപ്പും വാങ്ങി. അപ്പോൾ വില 1100 രൂപയായി. 1100 rupees ആയി. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ രണ്ടിൻ്റെയും വില എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയാൽ മൊത്തം എത്ര രൂപയാണ് ആയത്? ടോട്ടൽ പ്രൈസ് എത്ര ആയിരുന്നു? 1100 അല്ലേ? സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസിനേക്കാൾ ബാഗിന് 300 കൂടുതലാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സ്ലിപ്പേഴ്സിൻ്റെ വില നമുക്ക് എക്സ് എന്നെടുക്കാം. ബാഗിൻ്റെ വില അതിനേക്കാൾ 300 കൂടുതൽ, അതായത് എക്സ് പ്ലസ് 300. ഇനി നോക്കിയാൽ ടോട്ടൽ പ്രൈസ് 1100. ടോട്ടൽ പ്രൈസ് കിട്ടണമെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ വിലയായ എക്സും ബാഗിൻ്റെ വിലയായ എക്സ് പ്ലസ് 300 കൂടി കൂട്ടണ്ടേ. അപ്പോൾ എക്സ് പ്ലസ് 300 ഈക്വൽ 1100. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x. അപ്പോൾ 2x പ്ലസ് 300 ഈക്വൽ 1100. അതിൽ നിന്ന് ഇവിടെ 2xനോട് കൂട്ടിയിരിക്കുന്ന 300നെ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി 1100 നിന്ന് കുറയ്ക്കുക. അപ്പോൾ 2x ഈക്വൽ 1100 മൈനസ് 300. ആൻസർ 800. 2x ആണ് 800 എന്ന് കിട്ടിയത്. അപ്പോൾ എക്സ് എത്ര ആയിരിക്കും? 800 ഡിവൈഡഡ് ബൈ 2. ഇവിടെ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 800ൻ്റെ ഭാഗത്തേക്ക് എക്സ് പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2 ഡിവിഷനാകും. ഓക്കെ, അപ്പോൾ 800/2 എന്നുള്ളത് 400. എക്സിൻ്റെ വാല്യൂ 400. എക്സ് എന്തായിരുന്നു? പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ഇല്ലേ? അപ്പോൾ സ്ലിപ്പേഴ്സിൻ്റെ വില നമുക്ക് കിട്ടി. എത്രയാണ്? എക്സ് ആണ്, 400 രൂപയാണ്. അങ്ങനെയെങ്കിൽ ബാഗിൻ്റെ വില എത്ര ആയിരിക്കും? സ്ലിപ്പേഴ്സിൻ്റെ വിലയോട് 300 കൂട്ടുന്നതല്ലേ ബാഗിൻ്റെ വില. അപ്പോൾ സ്ലിപ്പേഴ്സിൻ്റെ വിലയായ 400നോട് 300 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 700 കിട്ടും. ബാഗിൻ്റെ വില 700 രൂപ. കൂട്ടി നോക്കിയാൽ രണ്ടും കൂടി കൂട്ടുമ്പോൾ 1200 അല്ലേ? ഓക്കെ ആണല്ലോ, അതത്രേ ഉള്ളൂ. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ സം ഓഫ് 2 numbers is 26 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? 2 സംഖ്യകളുണ്ട്, അതിൻ്റെ സം രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 26 കിട്ടി, കുറച്ചപ്പോൾ 4 കിട്ടി. അങ്ങനെയെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? ഇതുപോലൊരെണ്ണം കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയേ, സം 26, ഡിഫറൻസ് 4. ഇതിൽ ചെറിയ സംഖ്യ നമുക്ക് എക്സ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ എത്ര ആയിരിക്കും? ഡിഫറൻസ് 4 അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ എക്സ് ആണെങ്കിൽ വലിയ സംഖ്യ അതിനോട് 4 കൂട്ടിയതായിരിക്കുമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 4. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയേ, സ്മാളർ നമ്പരും ലാർജർ നമ്പറൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സമ്മായ 26 കിട്ടും. എക്സ് പ്ലസ് 4 ഈക്വൽ 26. എക്സ് പ്ലസ് എക്സ് എന്നുള്ളത് 2x എന്ന് എഴുതാം. അപ്പോൾ 2x പ്ലസ് 4 എന്നുള്ളത് 26 എന്ന് കിട്ടും. അതിൽ കൂട്ടിയിരിക്കുന്ന 4നെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയി 26ൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ 2x ഈക്വൽ 26 മൈനസ് 4 ഈക്വൽ 22. 2x ആണ് 22. അപ്പോൾ 1x എത്ര ആയിരിക്കും? 22/2, അതായത് 11 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറഞ്ഞെടുത്തത് സ്മാളർ നമ്പറായിരുന്നു, ചെറിയ സംഖ്യ ആയിരുന്നു, അത് 11 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ലാർജർ നമ്പർ എത്രയാണ്? എക്സിനോട് 4 കൂട്ടുന്നത്. അപ്പോൾ 11 പ്ലസ് 4 15. ചെറിയ നമ്പർ 11ഉം വലിയ നമ്പർ 15. കൂട്ടി നോക്കിയേ, 26 കിട്ടുന്നില്ലേ? ഇത്രയേ ഉള്ളൂ. 3ാമത്തെ ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 cm ആൻഡ് വൺ സൈഡ് ഈസ് 8 cm ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്. ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിൻ്റെ പെരിമീറ്റർ 40 cm ആണ്. അതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 8 cm കൂടുതലാണ്. അതായത് കൂടുതലുള്ള ഭാഗമാണല്ലോ നമ്മൾ ലെങ്ത് എന്ന് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 8 cm കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നോക്കിയോ, പെരിമീറ്റർ ഈക്വൽ 40 cm. പെരിമീറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 × L + B. റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുക, എന്നിട്ട് ഡബിൾ എടുക്കുക. 2 × L + B. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന 40. ഇതിൽ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ബ്രെഡ്ത്തിനേക്കാൾ 8 cm കൂടുതലാണ് ലെങ്ത്. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് എക്സ് എന്നെടുക്കാം. ബ്രെഡ്ത്തിനേക്കാൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് എക്സ് എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്ര ആയിരിക്കും? 8 cm കൂടുതൽ, അപ്പോൾ എക്സ് പ്ലസ് 8. ബ്രെഡ്ത്ത് എക്സ്, ലെങ്ത് എക്സ് പ്ലസ് 8. ഇനി നമുക്ക് ഇക്വേഷൻ എടുക്കാമല്ലോ. 2 × L + B ഈക്വൽ 40. 2 × Lൻ്റെ സ്ഥാനത്ത് ഏതെഴുതുക? എക്സ് പ്ലസ് 8 എഴുതുക, പ്ലസ് ബിയുടെ സ്ഥാനത്ത് എക്സ് എഴുതുക. എക്സ് പ്ലസ് 8 പ്ലസ് എക്സ്
തിരിച്ച് എക്സ് പ്ലസ് 8 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് 40 എന്ന് കിട്ടി. ഇനി നോക്കിയാൽ 2 ഇൻറ്റു 2x കൂട്ടാനുണ്ടല്ലോ, അപ്പോൾ 2x പ്ലസ് പിന്നെ ബാലൻസ് ഉള്ള 8. അപ്പോൾ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ 2x പ്ലസ് 8 ഈക്വൽ 40 എന്ന് കിട്ടും. 2 ഇൻറ്റു 2x പ്ലസ് 8 ഇല്ല, അതിൽ 2 ഇൻറ്റു എന്നുള്ളതിനെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? 2x പ്ലസ് 8 ഈക്വൽ 40/2 എന്ന് കിട്ടും, അതായത് 20. 2x പ്ലസ് 8 എന്നുള്ളത് 20 എന്ന് കിട്ടും. 2x പ്ലസ് 8 20 ആണെങ്കിൽ 2x മാത്രം എത്ര ആയിരിക്കും? 20ൽ നിന്ന് 8 കുറച്ചാൽ പോരെ, അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. 2x 12, അങ്ങനെയെങ്കിൽ ഒരു എക്സ് എത്ര ആയിരിക്കും? 12/2 6. എക്സിൻ്റെ വാല്യൂ 6. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് ബ്രെഡ്ത്ത് ആയിരുന്നു. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എക്സ്, അതായത് 6. ലെങ്ത് എത്രയാണ്? എക്സിനോട് 8 കൂട്ടിയത്, അപ്പോൾ 6 + 8 എത്രയാണ്? 14. അടുത്തതിന് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ വയർ 3.5 meters ലോങ്, 3.5 മീറ്റർ നീളമുള്ളൊരു വയർ ഈസ് ടു ബി കട്ട്. അത് കട്ട് ചെയ്തു ഇൻറ്റു 2 പീസസ്, 2 പീസാക്കി. വിത്ത് 1 പീസ് ബെൻഡ് ഇൻറ്റു എ സ്ക്വയർ ആൻഡ് ദ അതർ ഇൻറ്റു ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 2 പീസാക്കിയതിൽ ഒരു പീസ് എടുത്ത് ഒരു സ്ക്വയറും ഉണ്ടാക്കി, മറ്റേ പീസ് എടുത്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. സ്ക്വയറിൻ്റെ സൈഡ്സും ട്രയാങ്കിളിൻ്റെ സൈഡ്സും ഈക്വലാണ്. ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? അങ്ങനെയെങ്കിൽ വയർ എങ്ങനെയായിരിക്കണം മുറിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? 3.5 മീറ്റർ നീളമുള്ള ഒരു വയർ എടുത്തിട്ട് 2 പീസാക്കി, അതിലൊരു പീസ് എടുത്ത് മടക്കി സ്ക്വയർ ഉണ്ടാക്കി, മറ്റേ പീസ് എടുത്ത് മടക്കി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി, സമഭുജ ത്രികോണം ഉണ്ടാക്കി. ഈ സ്ക്വയറിൻ്റെ 4 വശങ്ങൾ തുല്യമായിരിക്കുമല്ലോ, അതേ സൈഡ് തന്നെയാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും. സോ ടോട്ടൽ ലെങ്ത് ഓഫ് വയർ എന്ന് പറയുന്നത് 3.5 മീറ്റർ, 3.5 മീറ്റർ. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് സ്ക്വയർ എത്രയാണ്? സ്ക്വയറിന് 4 വശങ്ങളല്ലേ, ട്രയാങ്കിളിന് 3 വശങ്ങൾ ആണല്ലോ. മൊത്തം അപ്പോൾ എത്ര സൈഡുണ്ട്? സ്ക്വയറിൻ്റെ 4 സൈഡും ട്രയാങ്കിളിൻ്റെ 3 സൈഡും കൂടെ ചേർത്ത് ടോട്ടൽ നമുക്ക് 7 സൈഡുകളുണ്ട്. ഫസ്റ്റ് പീസ്, അതായത് സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്തത് 4, ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എടുത്തത് 3. അപ്പോൾ നമുക്കിത് എക്സ് ചേർത്ത് പറയുകയാണെങ്കിൽ മൊത്തമുള്ള പാർട്ടിൽ 4x എന്നുള്ളത് സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്തു, 3x എന്നുള്ളത് ട്രയാങ്കിൾ ഉണ്ടാക്കാനും എടുത്തു, അതായത് മൊത്തം 7x. 4x + 3x. പീസ് 2, 4x എന്നുള്ള പീസും 3x എന്നുള്ള പീസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ലെങ്ത് ആയ 3.5 അല്ലേ. അപ്പോൾ നോക്കി, 4x + 3x = 3.5, 7x = 3.5. 7x 3.5 ആണെങ്കിൽ ഒരു എക്സ് എത്ര ആയിരിക്കും? 3.5/7. 35/7 5 അല്ലേ, അതിനൊരു പ്ലേസ് മാറ്റി ഡോട്ടിട്ട് കൊടുത്ത് 0.5 മീറ്റർ. 1/2 മീറ്ററാണ് ഒരു സൈഡിൻ്റെ നീളം, അതായത് സ്ക്വയറിൻ്റെ സൈഡിൻ്റെയും അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെയും നീളം 0.5 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പീസ് ഓഫ് വയർ എത്ര ആയിരിക്കും? അതായത് സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് എടുത്ത പീസില്ലേ, ആ പീസിൻ്റെ അളവ് എത്ര ആയിരിക്കും? സ്ക്വയറിൻ്റെ ഒരു സൈഡ് 0.5, സ്ക്വയറിന് എത്ര സൈഡാണുള്ളത്? 4 സൈഡ്. അപ്പോൾ 0.5 × 4, അതായത് 2 മീറ്റർ എന്ന് കിട്ടും. ട്രയാങ്കിൾ ഉണ്ടാക്കാനെടുത്ത രണ്ടാമത്തെ പീസ്, അവിടെ നമുക്ക് 3 സൈഡല്ലേ ഉള്ളത്, ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ 0.5 × 3, ആൻസർ 1.5 മീറ്റർ. സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് എടുത്തത് 2 മീറ്ററും ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് എടുത്തത് 1.5 മീറ്റർ, 1.5 മീറ്റർ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് 3.5 മീറ്ററുള്ള വയറിനെ കട്ട് ചെയ്യേണ്ടത് 2, 1.5 ആ രീതിയിൽ കട്ട് ചെയ്താൽ ഇതുപോലെ ട്രയാങ്കിളും സ്ക്വയറും ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഇത് ഓക്കെ.